ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് എക്സ്ട്രാ മാർക്സ് കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് നോക്കാം. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി ഈ ഉപകരണത്തിലൂടെ ലഭ്യമാകുന്നത് എന്താണ്? അത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഓക്കെ, ഹൃദയ പരിവൃത്തി നടക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത തരംഗങ്ങളിലൂടെ ഗ്രാഫിലുള്ള രേഖപ്പെടുത്തലാണ് എന്തെന്ന് പറയുന്നത് ECG. അതായത് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതില് എന്താണ് വൈദ്യുത തരംഗങ്ങളിലൂടെ നമുക്ക് അത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അതിന്റെ വേരിയേഷൻസ് കാണിക്കും. ഏതില്? ECGയില്. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവാൻ ആണ്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ഏതായിരുന്നു? ജാർവിക് 7 ആണ്. കൃത്രിമ ഹൃദയം. ഓക്കെ, ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ്. ECG കണ്ടെത്തിയത് ആരാന്ന് ഓർമ്മയില്ലേ? വില്യം ഐന്തോവാൻ ആണ്. ഓക്കെ, ഇനി ജാർവിക് 7 കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ജാർവിക് ആണ്. അപ്പൊ ജാർവിക് 7. ഓക്കെ, റോബർട്ട് ജാർവിക്. അടുത്തത് കൃത്രിമ ഹൃദയം ആദ്യമായിട്ട് വെച്ചുപിടിപ്പിച്ച വർഷം ഏതാണെന്ന്. 1982 തന്നെ കൃത്രിമ ഹൃദയമൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. അമേരിക്കയിലെ വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത്. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നത് ഏത് കൊല്ലം തൊട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 മുതൽ 1960 മുതൽ കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നുണ്ട്. ഇനി കൃത്രിമ പേസ് മേക്കറിന്റെ ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കാം. പൾസ് ജനറേറ്റർ. പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിൽ എത്തിക്കാനുള്ള സംവിധാനം. അപ്പൊ ഇതൊക്കെയാണ് ഹൃദ്രോഗികൾക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പേസ് മേക്കർ ഒക്കെ വെക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? പൾസ് ജനറേറ്റ് ചെയ്യാനുള്ളതാണ് പൾസ് ജനറേറ്റർ. പിന്നെ ഈ പൾസ് ജനറേറ്ററിൽ നിന്നുള്ള സിഗ്നൽസിനെ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ പേസ് മേക്കറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.